ഹലോ ഗെയ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഇടാൻ പോകുന്നത് അമ്പഴങ്ങ ഉപ്പിലിട്ടതാണ്. നമ്മുടെ വായി വെള്ളം ഊർന്ന് ഈ അമ്പഴങ്ങ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ കടകളിൽ നിന്നൊക്കെ കഴിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളൊരു വീട്ടിൽ നിന്ന് എറിഞ്ഞിട്ടതാണ്. ഒരു കൊലയോടെ അങ്ങ് വീണൊരു 6 അമ്പഴങ്ങ ഉണ്ടായിരുന്നു. അത് നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ നന്നായിട്ട് കഴുകി എടുക്കണം ഗെയ്സ്, കഴുകണം, അത് മസ്റ്റായിരിക്കണം. അങ്ങനെ നമ്മളൊരു ഇഡ്ഡലിക്കുട്ടമൊക്കെ എടുത്ത് അതിനകത്ത് കുറച്ച് വെള്ളമൊക്കെ എടുത്തിട്ട് നമ്മൾ ഈ അമ്പഴങ്ങയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സ്റ്റൗ കത്തിച്ച് ഈ ഇഡ്ഡലിക്കുട്ടം എടുത്ത് വെക്കണം. എടുത്ത് വെച്ച് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്യണം. ഒരു 5 മിനിറ്റൊന്നും വേണ്ട. നമ്മൾ ഒരുപാട് ഇത് വെന്ത് പോയാൽ നമുക്ക് ഈ ഉപ്പിലിടുമ്പോഴത്തേക്കും പിന്നെ ഇതൊന്നും കൂടി ഒരു മാതിരിയാവും. അങ്ങനെ ഞാൻ അപ്പുറത്തെ സ്റ്റൗവിനകത്ത് കുറച്ച് വെള്ളം വെച്ച് കുറച്ച് ഉപ്പ് ഇട്ട് കുറച്ച് വിനാഗിരിയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് വെട്ടി തിളപ്പിക്കണം. ഇത് നമ്മൾ ഉപ്പിലിടാനുള്ള വെള്ളമാണ് നമ്മൾ ചൂടാക്കുന്നത്. അങ്ങനെ ഇത് നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് ഇത് നന്നായിട്ട് തണുക്കണം. എന്നിട്ടേ നമ്മളിത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമുക്കിത് ഒരുമാതിരി അളിഞ്ഞു പോകും, നമുക്ക് കറക്റ്റ് പരുവത്തിന് കിട്ടത്തില്ല. അങ്ങനെ നമ്മൾ രണ്ടും സ്റ്റൗവിൽ വെന്തുകൊണ്ടിരിക്കുന്ന ഗീസ്. അങ്ങനെ നമ്മുടെ ഒരു കുപ്പി എടുക്കണം. നമുക്ക് അമ്പഴങ്ങ ഇടണ്ടേ. അങ്ങനെ അമ്പഴങ്ങ ഇടാനായിട്ടൊരു കുപ്പിയൊക്കെ എടുത്ത് ഞാൻ തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബൗളിനകത്ത് പച്ചമുളക് എല്ലാം അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അമ്പഴങ്ങ എല്ലാം റെഡിയായി വന്നു. അത് നമ്മളെടുത്ത് മാറ്റി വയ്ക്കണം. ഇത് ജാറിനകത്ത് ഈ അമ്പഴങ്ങ എല്ലാം ഇട്ട് കൊടുക്കണം. നന്നായിട്ട് സ്റ്റീമായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ അമ്പഴങ്ങ എല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റി ഗെയ്സ്. ഇത് ഫുൾ ഇട്ട് കൊടുത്താൽ വെള്ളം നിറയത്തില്ല. അങ്ങനെ ഞാൻ 2 എടുത്ത് മാറ്റിയിട്ട് കുറച്ച് പച്ചമുളകും ഇട്ട് കൊടുത്ത് ഇതിനകത്ത് കുറച്ച് വെള്ളവും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ വെള്ളവും ഒഴിച്ചു കൊടുത്ത് ഇത് നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഫുൾ വെള്ളം ഒഴിക്കണം. നമുക്ക് ആവശ്യത്തിന് എരിവ് വേണ്ട അവർക്ക് നമുക്ക് കൂടുതൽ പച്ചമുളക് ഇടാം. ഇവിടെ ആവശ്യത്തിനുള്ള പച്ചമുളക് ഇടുന്നുള്ളൂ. ഇവിടെ ഒത്തിരി എരിവ് വേണ്ട. അങ്ങനെ കുറച്ച് ഉപ്പ് ഇട്ട് നമ്മൾ അടച്ചൊരു 5 ദിവസം കഴിഞ്ഞ് എടുക്കണം. സൂപ്പർ ടേസ്റ്റാണ്, മസ്റ്റ് ട്രൈ.